ആ തന്റെ വർത്താനം കേട്ടത് ഞാനും ഔസേപ്പച്ചനും കൂടെ ഹൈക്കമാൻഡിനെ കൊണ്ട് മുഖ്യമന്ത്രി പദം തന്റെ തലയെ കെട്ടിയൊപ്പിച്ചാണെന്ന്. എടോ ഔസേപ്പച്ച, അത്യാവശ്യമായിട്ട് ഇയാൾക്ക് തന്നെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാ പ്രോട്ടോകോളൊക്കെ തെറ്റിച്ച എന്റെ ഉള്ളിൽ വരവ്. പ്രോട്ടോകോള് മണ്ണാങ്കട്ട. സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന എന്നെ കുറെ ചെന്നായ്ക്കളുടെ തലപ്പത്ത് കൊണ്ടിരുത്തിയപ്പോ തൃപ്തിയായാലോ രണ്ടാൾക്കും? എല്ലാം കൂടെ ഇട്ടെറിഞ്ഞേച്ച് പോയാലോ എന്ന് ആലോചിച്ചതാ. പക്ഷെ സർക്കാർ താഴെ വീഴുമല്ലോ എന്ന് ഓർത്തിട്ടാ. വീട്ടറോ, എന്തായാലും അടുത്ത ഭരണം ഞങ്ങളുടെ ഇല്ല. ഇവന്മാരൊക്കെ കാണിച്ചു കൂട്ടുന്ന സകല പോക്കൃത്തരവും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അല്ല, ഞങ്ങള് ഭരിക്കും എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഗോപാലൻ ജയിക്കുമ്പോ പാർട്ടി തോക്കും, പാർട്ടി ജയിക്കുമ്പോ ഗോപാലൻ തോക്കും. ഇതാണല്ലോ പതിവ്. ഇത് പ്രൈമറി സ്കൂളിലെ പിള്ളേർക്ക് കുറെ കാണാപ്പാടാ. താൻ കണ്ടില്ലേടോ കുറുപ്പേ, ചങ്കിന്റെ ഉള്ളിലെ വലിയൊരു വേദന ഒളിപ്പിച്ചു വെച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ഇയാടെ ചിരി. എനിക്കെന്ത് വേദന? ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അതിനിടെ ചിലർ ചവിട്ടി പുറത്താക്കാൻ നോക്കുന്നു. നടത്തിയ വിപ്ലവ പ്രവർത്തനങ്ങളൊക്കെ പൊറാട്ട് നാടകങ്ങളാണെന്ന് പറഞ്ഞു നടക്കുകയല്ലേ സഹപ്രവർത്തകർ തന്നെ. വാരിക്കുന്തം കൊണ്ട് വിപ്ലവം നടത്താൻ ഇറങ്ങിയ ഞാന് കലിയുഗ രാഷ്ട്രീയക്കാരായ വെട്ടിച്ചിറ ഗോവിന്ദന്മാർ ഒരുക്കി വെച്ച വാരിക്കുഴികളെ തിരിച്ചറിയണം. ഇയാടെ സ്ഥിതി അതല്ലല്ലോ. വലിയൊരു തീട്ടക്കൂമ്പാരത്തിന്റെ മുകളിൽ എടുത്തു വെച്ച ഒരു ചെറിപ്പഴമായി പോയില്ലേ. എത്ര മധുരം ഉണ്ടായിട്ട് എന്ത് കാര്യം? തിന്നാൻ പറ്റുമോ? വിട്ടുകളയടോ. കാര്യം നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നിയമസഭ കളിക്കുമ്പോ ഞാൻ ഇതിന്റെ ഇടയിലെ സ്പീക്കറാണ്. പക്ഷെ ഇതിനൊരു സുഖമുണ്ടോ. എനിക്ക് നമ്മുടെ ചെറുപ്പകാലം ഓർമ്മകൾ. ചെറുപ്പകാലത്തെ ഓർമ്മകളുടെ കൂട്ടത്തില് ഔസേപ്പച്ചൻ അന്നമ്മയുടെ കൈപിടിച്ച് ഇറക്കിക്കൊണ്ടു വന്ന ആ ദിവസം കൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഈ വിവാഹ വാർഷികം ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. എന്റെ അന്തോണീസ് പുണ്യാളാ, നീ കാത്തു. ഭരണപക്ഷവും പ്രതിപക്ഷവും പിന്നെ ഈ നിഷ്പക്ഷവും ഇങ്ങനെ കൂടിയിരിക്കുന്ന അതേ നേരത്ത് തന്നെ നീ എന്നെ കൊണ്ട് എത്തിച്ചല്ലോ. നീ എന്നതാണ് ഈ പിച്ചുമേ പറയുന്നത്? ഇത് പിച്ചും പേയൊന്നുമല്ല. പിന്നെ MBBS കഴിഞ്ഞ് ഈ സെലിൻ ഇവിടെ കാലുകുത്തി 30 ദിവസത്തിനകം ഈ നാത്തൂന്റെ പുന്നാരാങ്ങളെ കൊണ്ട് എന്റെ ഈ കഴുത്തിൽ മിന്നു കെട്ടിക്കാമെന്ന് ഈ സീനിയർ സിറ്റിസൺസ് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നതാ. എന്നിട്ട് വിവാഹമല്ല, വിവാഹ വാർഷിക കാര്യ ചർച്ച. ഇതിപ്പോ ഉണ്ടവന് കിടക്കാൻ ധൃതി, ഉണ്ണാത്തവൻ ഇലയിടാൻ ധൃതി എന്ന് പറഞ്ഞ പോലെ ഈ കാര്യം. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാ. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. വാക്കാന്നേ, ഒടുവിൽ ഈ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും എതിരെ ഞാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വരരുത്. അപ്പോൾ എങ്ങനെയാ നാത്തൂനെ? ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന എന്റെ പെട്ടിയും കിടക്കുകയും എല്ലാം ഞാൻ ഇവിടെ ഇറക്കണോ അതോ എന്റെ തറവാട്ടിലേക്ക് എടുക്കണോ? അങ്ങോട്ടേക്ക് എടുത്താലും പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണ്ടേ? അമ്മി ഭേദം ഇവിടെ ഇറക്കണതാ. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. Where is my sweet കുഞ്ഞിനമ്മ? വല്യമ്മച്ചി, വല്യമ്മച്ചി. തൊമ്മിയെ കൊണ്ട് നിന്നെ കെട്ടിക്കത്തുള്ളൂ എന്ന് ഇവരോടൊക്കെ ചലഞ്ച് ചെയ്തിരിക്കുന്നത് നിന്റെ ഈ സ്കോച്ചിന്റെ ബലത്തേലാ. ഇനിയും എന്റെ മിന്നുകെട്ടങ്ങ് നീട്ടി വെച്ചാലുണ്ടല്ലോ. അക്കാര്യം ഞാൻ ഏറ്റടി. കുഞ്ഞന്നാമ നെറുകേട് കാണിക്കത്തില്ല. നിന്റെ ഏനക്കേട് എന്നതാന്ന് എനിക്കറിയാൻ മേലെ. കാര്യം ആന്റി ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചു കൊടുത്താ വല്യമ്മച്ച് വഷളായത്. നീ ഒന്നും ഉണ്ടാതെ ഓടി. രാധേശി, അതൊക്കെ എന്റെ മുറിയിൽ കൊണ്ടുവച്ചേക്ക്. വേണ്ട വേണ്ട, അതങ്ങനെ നാത്തൂന്റെ മുറിയിലോട്ടല്ല, വേറെ മുറിയിലേക്ക് കൊണ്ടുപോകേണ്ട ലഗേജാ. വെള്ളം തുടങ്ങി. ശരിയും വെള്ളം ഞാനങ്ങ് അടുക്കള കേട്ടായിരുന്നു. എന്റെ ഈശോയെ, കഴിഞ്ഞ തവണത്തെക്കാളും നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ മോളെ. അതല്ല, ഇനി എന്റെ തൊമ്മി കുഞ്ഞ് മേനയാക്കി എടുത്തോളൂടി. എല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഇനി അവസരത്തിൽ എന്നതാ ത്രിമൂർത്തികൾ ചേർന്നൊരു ഗൂഢാലോചന. സമത്വ സുന്ദര കേരളം സ്വപ്നം കണ്ട വിപ്ലവകാരിയും ഗ്രാമസ്വരാജ് സ്വപ്നം കണ്ട ഗാന്ധി ശിഷ്യന്മാരും ചേർന്ന് എന്നാലും നടക്കൂ. ആഹാ, അതെ, പ്രോട്ടോകോളിൽ പെടാത്ത സിറ്റിംഗ്. മാധ്യമക്കാരെ വിളിച്ചു വരുത്തി ഒരു വെടിയങ്ങ് പൊട്ടിക്കട്ടെ. ഒരു വെടിമരുന്ന് തിരി കൊളുത്തി ഞങ്ങൾ അകത്തോട്ട് വിട്ടിട്ടുണ്ട്. ശരിയല്ലേ? എന്റെ മാതാവേ, ഇവളിങ് എത്തിയോ? ഭൂലോക തെമ്മാടിയായ നിന്നെ തളയ്ക്കാനും വേണല്ലോ ഒരു അയണിലേടി.
you mad? ഏയ്, ആരാ നിന്നോട് എന്റെ മുറി കയറാൻ പറഞ്ഞത്? ഓ, അതിന് പ്രത്യേകിച്ച് ആരെങ്കിലും പറയണോ? അതെ, ഞങ്ങൾ ഈ ഡോക്ടർമാരെ ഏത് മുറിയിലും കയറും. അത് ഈ ലേബർ റൂമിൽ മാത്രമല്ല, ഇതുപോലുള്ള ചില തെമ്മാടികളുടെ പ്രൈവറ്റ് റൂമിൽ വരെ കയറും. ആ, ദേ, ഇതിനുള്ളിൽ വരേന്ന്. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ മാത്രമല്ല, താഴെ അകത്തും പുറത്തും ഇരിക്കുന്ന ഹൈക്കമാൻഡുകളുടെ ലേറ്റസ്റ്റ് തീരുമാനം. ഓഹോ, അയ്യോ, ഞാൻ തൊമ്മിച്ചിന്റെ വിശേഷം ഒന്നും ചോദിച്ചില്ല. കൂപ്പിലെ ആനയ്ക്കൊക്കെ സുഖാണോ? നീ നിന്ന് ശൃംഗരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങ്. എടി സെലീനെ, പരിഞ്ഞ് മുറിക്ക് വഴുതിക്ക് നിർത്തടി അവനെ. ദേ കുഞ്ഞന്നാമോ. ഓ, ഊ, ഊ. ഒരു ഫ്രഞ്ച് കിസ് തരട്ടെ. ഓടി ഓടി. അല്ലെങ്കിൽ വേണ്ട, നിന്റെ ഒരു ആഗ്രഹമല്ലേ കോട്ടയം കിസ്മ. അവരൊക്കെ എത്തി. This is Kottayam kiss. ഇടിവീരം വന്നിട്ടുണ്ട് കേട്ടോ. എന്താണോ പൂരക്കണ നിൽക്കാം? മാറ്റി എത്ര എണ്ണം പോയി? മരിച്ചൊരു പെൺകുട്ടിയാ. ക്രിട്ടിക്കലായ രണ്ടുപേരും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാർ, ഇവിടെ നടന്ന അത്യാഹിതത്തെ കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ആലപ്പുഴ കടപ്പുറത്തുള്ള ഹോസ്പിറ്റലില് ഇതേ ഇഷ്യൂ ഉണ്ടായപ്പോ ജീവൻ സംരക്ഷിക്കാനുള്ള മരുന്നുകൾക്ക് പകരം നിരോധിക്കപ്പെട്ട മരുന്നുകൾ ഇഷ്യൂ ചെയ്യാൻ ശ്രമിച്ച മെഡിക്കൽ ലോബികൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വെറും ഒരു സാധാ തലവേദനയ്ക്ക് പോലും ഭൂരിപക്ഷം ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സർജറിക്ക് ശേഷമുള്ള പെയിൻ കില്ലേഴ്സ് ആണ്. ഇത് വേദനയെ കൊല്ലുന്നതല്ല, മനുഷ്യനെ കൊല്ലുന്ന. ഒരു ചെറിയ നെഞ്ചുവേദനയായിട്ട് വന്നതാ എന്റെ മോള്. കുഞ്ഞു കൊടുത്ത് പുത്രടപ്പെട്ട എന്റെ മോള്. തൊമ്മിച്ച ഒന്ന് വന്നേ. തൊമ്മി, ഒരുപാട് നേരമൊന്നും ഇവിടെ ഇങ്ങനെ എന്താ വേണ്ടെന്ന് വെച്ചാ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്നെ കാണാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ
ഡോക്ടർ കുറിച്ചു കൊടുത്ത പ്രിസ്ക്രിപ്ഷനാ ഇത്. ഈ മെഡിസിൻ ഉപയോഗിച്ചാൽ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് IMA നിരോധിച്ചതായത്. അനിതയ്ക്ക് സംഭവിച്ചതും അതുതന്നെയാ. കാശുണ്ടാക്കാൻ വേണ്ടി ഏത് തരതാപിടിത്തരവും കാണിക്കാൻ മടിക്കാത്ത നീയും നിന്റെ തന്തയും ഇനി അങ്ങനെ മറ്റുള്ളവരുടെ ജീവൻ വെച്ച് ബിസിനസ് ഉണ്ടാക്കുന്നതോ?